കോയമ്പത്തൂർ ഡേക്കർ സെന്റർ കൂടെയാ ജാനു. എന്റെ പേര് ജാനകി. ജാനകിയുടെ പേര് ജാനകിയാണെന്നും ജാനകിയുടെ അച്ഛന്റെ പേര് വാസുദേവനാണെന്നും ജാനകിയുടെ അമ്മയുടെ പേര് ലക്ഷ്മിയാണെന്നും പിന്നെ ഒരു അനിയനുണ്ട്. എങ്ങനെയും പറഞ്ഞ് ഒപ്പിച്ചോണ്ട് വരുമ്പോ ഒരു അനിയനുണ്ടല്ലോ ജഗത്ത്. എനിക്ക് എല്ലാം അറിയാം. എനിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? കൊള്ളാം. കേരളത്തിലെ ഏറ്റവും വലിയ മാരേജ് ശൃംഖലയായ സേതുസ് വെഡിങ് പ്ലാനറിന്റെ ഒരു മാനേജറാണ് ഞാൻ. സർവോപരി അവിവാഹിതനാണ്. ജാനുവരി വേണമെങ്കിൽ എന്നെ റാമെന്ന് വിളിക്കാം. എന്നെ ജാനകി എന്ന് വിളിച്ചാ മതി. അങ്ങനെ പറയരുത്. 96 റാമും ഉണ്ട് ജാനും ഉണ്ട്. കേട്ടിട്ടില്ലേ? കാതലേ പോയി കളിക്കണ. പോയി കളിക്ക്. ചേച്ചിയോട് ഞങ്ങളോട് വരാൻ പറഞ്ഞല്ലേ? കുട്ടിത്താവേങ്ക നിന്നെടുത്ത് കായലിലെറിയാൻ പറഞ്ഞിട്ടുണ്ടേ ഞാൻ. ഇതാണോ മീനുട്ടി നിന്റെ അച്ഛന്റെ ഫ്രണ്ട്? ആ തല്ലുള്ളി രാമാനുജൻ. മീനുട്ടി എമ്മരെ വിളിച്ചോണ്ട് പോ. എനിക്കിത് പിടിക്കല്ല. വിളിച്ചോണ്ട് പോ. എന്റെ കണ്ണു മുമ്പേ കൊണ്ട് പോ. ചേച്ചി കൂടെ കളിക്കുന്നുണ്ട്. എങ്കിൽ ഞാനും ഉണ്ട്. ഞാനും നിങ്ങളുടെ ടീം. ഞാനും ചേച്ചി നിങ്ങളുടെ ടീം. എന്നോട് കൂട്ട്. നമുക്ക് അടിച്ചു വിളിക്കാം. എന്നോട് കൂട്ട്. എവിടെ കൂട്ടാൻ? എവിടെ കൂട്ടാൻ? ഇതിനുണ്ടാ എടാ ഇത് എന്ത് കോലോടാ? അത് നല്ലല്ലേ? നെഞ്ചത്താണ് പാന്റിന്റെ സിപ്പാ. അസൂയ. ഇത് അസൂയ. നിന്നേക്കാളും നല്ല സൗന്ദര്യം നിൽക്കണേന്റെ അസൂയ. അസൂയപ്പെട്ടൊരു കാര്യമില്ലല്ലയാ. ഇതൊക്കെ ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത്. ഒരു ഡൗട്ട് വെച്ചോട്ടല്ലയാ. എന്താ ഈ സ്റ്റൈലാണ് നല്ലത്? ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ നല്ലത്? ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? യെസ് യെസ്. പിന്നെ ഏറ്റവും സൂപ്പർ ആയിട്ട് എവിടെ അറിയും? അറിയാലയാ? പുറകെ തിരിഞ്ഞു. ഇത് അസൂയടാ. എടാ പറഞ്ഞാ കൂടിപ്പോവും. എടാ നിന്നെ ഞാൻ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് അതെന്തായി? ഏത് കാര്യമില്ലയാ? ഏത് കാര്യമൊന്നാ? എടാ ഓഫീസിലോട്ട് പ്ലൈവുഡ്. ഓ അത് മേടിക്കാലോ. അപ്പൊ ടേബിളാ എടുക്കാളിയാ. അതും മേടിച്ചില്ലേ? ഇല്ല, സമയമുണ്ടല്ലോ എല്ലാത്തിനും. ദൈവമേ, ദിവനെയൊക്കെ ഞാൻ മാനേജറാക്കി വെച്ച സമയത്തുണ്ടല്ല, ഞാൻ വല്ല തെങ്ങും നട്ടിരുന്നെങ്കിൽ അതിൽ നിന്ന് വല്ല കരിക്കും വെട്ടിയെടുത്ത് കുടിക്കായിരുന്നു. ഒന്നിനും കൊള്ളത്തില്ലേ? 5 പൈസക്ക് കൊള്ളത്തില്ല. എന്നിട്ട് ഇതുപോലത്തെ ന്യൂജൻ ചേച്ചിമാരൊക്കെ നിങ്ങളെ വെറുതെ രാമാനുജനങ്ങളെ കളിയാക്കല്ലേ. അങ്ങനെ പറഞ്ഞോട് പോളെ, അങ്ങനെ പറഞ്ഞോട്. ഇപ്പൊ കുഞ്ഞു പറയും സത്യം കേട്ടോ. അയ്യോ, എന്റെ അച്ഛന്റെ ഫ്രണ്ട് ആയോണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ എപ്പോഴും എടുത്ത് കളഞ്ഞേനെ. മീനുട്ടി സത്യം. വിളിച്ചോട്ട് പോ. ഓ ഇതിപ്പോ നിങ്ങടായെന്ന് എനിക്കൊന്നാണല്ലോ തോന്നണത്. ഇതിപ്പോ എന്റെ കയ്യിൽ നിന്ന് മേടിക്കൊന്നാണ് തോന്നുന്നത്. വിളിച്ചോട്ട് പോ മീനുട്ടി. അവരാ വിളിച്ചോട്ട് പോവായി. ഒരു മനുഷ്യൻ എങ്ങനെയെങ്കിലും ഒരു പെണ്ണിന്റെ അടുത്ത് അവന്റെ കാര്യങ്ങൾ ഇങ്ങനെ പൊക്കി പൊക്കി ഒരു ബിൽഡപ്പ് ആയിട്ട് വരുമ്പോ മുളയിലെ നുള്ളാൻ വേണ്ടി നിൽക്കണ. മീനുട്ടി വിളിച്ചോട്ട് പോ. ഇനി എന്റെ കണ്ണ് മുമ്പിൽ ഒന്നിനെ കണ്ടുപോരുത്. കുട്ടികൾക്ക് ഭയങ്കര തമാശയാണ്. പിന്നെ സമയം കിട്ടുമ്പോ നമുക്ക് സംസാരിക്കാം. പിള്ളേർ വെറും ജസ്റ്റ് കിടി. എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്താ അങ്ങനെ? ഇതാണോ ക്ലാരയുടെ പുതിയ ജൂനിയർ? അതെ സർ. സാറത് പ്രസന്റ് സാർ. ഗുഡ് മോർണിംഗ് സാർ. സല്യൂട്ട് സാർ. നീ ഏത് കോളേജിൽ ആരെ പഠിപ്പിച്ച ഏത് സാറാ? കോമഡിയാണോ? അയ്യോ കോമഡി ആയിരുന്ന നേരത്തെ പറയണ്ടേ. എല്ലാരും അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോട്ടാ. ക്ലാരയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ചേച്ചി ലേറ്റ് ആവുമെന്ന് പറഞ്ഞായിരുന്നു. എന്റെ അടുത്ത് കുറച്ച് ഫയൽസ് ഇവിടെ കൊണ്ട് വെക്കാൻ പറഞ്ഞു. പിന്നെ മീനൂട്ടി പറഞ്ഞപ്പോ നിന്നതാ സാർ. ഓ, ഞാൻ ക്ലാരയുടെ ഹസ്ബൻഡാണ്, സേതു. അപ്പം എന്നെങ്ങനെ ഇടക്ക് സാറെന്നൊന്നും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അർഹതപ്പെടാത്ത എന്തോ കിട്ടുന്നൊരു ഫീല് പോലെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ സേതു ഏട്ടാ ചേട്ടാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചാൽ മതി. ഒരു മിനിറ്റ് പോലെ, ഒരു മിനിറ്റ്. നേരത്തെ ഒരുത്തൻ ഇപ്പൊ ഇങ്ങോട്ട് പോയില്ലേ? റാമാണോ? രാമാനുജൻ. അവന്റെ പേര് വരെ കള്ളോളാൻ പറഞ്ഞത്. അതുകൊണ്ട് കുട്ടി ഒന്ന് സൂക്ഷിക്കണേ. അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഇതുപോലത്തെ ഫ്ലേട്ടിംഗ് ഒക്കെ ഞാൻ കാണുന്നതാ. ആണല്ലേ? അപ്പൊ പിന്നെ കുഴപ്പമില്ല. കുട്ടി ധൈര്യമായിട്ട് പോയി കുട്ടികളുടെ കൂടെ എൻജോയ് ചെയ്തു. ആരും വിളിക്കാറുണ്ടല്ലോ. ആ ഷെൽഫ്. ഹലോ, ജൂനിയറെ ഇന്ന് കോടതി പോയില്ല? ആ പോയിട്ട് വന്നതാ. ഞങ്ങളെയൊന്നും കണ്ടില്ലേ? ഈടാ നീ പിന്നെ വന്നാ? വന്ന് കണ്ടുകൂടി. ജൂനിയറെ ദിവനെ പ്രത്യേകം ശ്രദ്ധിച്ചു. ആറ്റം ബോംബാണ് ഇവൻ, ആറ്റം ബോംബ്. ഇവൻ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയും. ആരോട് എവിടെ എന്ത് എപ്പ എങ്ങനെ പറയണമെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത ഒരുത്തനാണ്. മീനുട്ടിയുടെ കൊച്ചച്ഛനല്ലേ?
ആണെങ്കിൽ പറഞ്ഞടയാളങ്ങളൊക്കെ എല്ലാം കറക്റ്റാ. അടയാളം എന്തടയാളം? 5'10" ഹൈറ്റ്, 70 കിലോ വെയിറ്റ്, പിന്നെ ചുരുണ്ട മുടി. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ഏതാൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നാലും അനുചേച്ചിനെ കണ്ടുപിടിക്കാനുള്ള കഴിവ്. ഭയങ്കര അതായിരുന്നല്ലേ. അതെ, പിന്നെ ആറ്റം ബോംബാണെങ്കിലും ചില സമയത്ത് പറഞ്ഞ കാര്യം കറക്റ്റ് ആയിരിക്കുള്ളൂ. ഇപ്പൊ അനുചേച്ചിയുടെ പുറകെ നടക്കണ വിട്ടാ. മീനുട്ടി വേറെന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ബാക്കിയുണ്ടാ? ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞേന്. എന്നാ പിന്നെ നിങ്ങളുടെ കളി കിടക്കട്ടെ കേട്ടാ. മീനു കുഞ്ഞമ്മ എവിടാന്നായിരിക്കും. എവിടെയാ? റൂമിൽ കാണും. റൂമിലാ? ഏത് റൂമിലാടി? ഏത് റൂമിലാണെങ്കിലും കേറി ചെന്ന് നല്ല അടി കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, പിള്ളേർക്ക് എവിടെ എപ്പ എന്ത് ആരോട് പറയണമെന്ന് ഒരു ഐഡിയ ഇല്ല. പിള്ള മനസ്സിൽ കള്ളയില്ലെന്നാണല്ലോ. അതൊക്കെ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പൊ കള്ളം മാത്രമേ ഉള്ളൂ. അവനൊക്കെ ഉണ്ടോ? അവൻ ഇവളുടെ ബോയ് ഫ്രണ്ട് ആണ്. പിന്നെ ഇവളാരോ തട്ടിക്കൊണ്ട് പോകാൻ പോയി എന്ന് പറഞ്ഞ് ഇവിടെ ഭൂലോക പ്രശ്നം ഉണ്ടാക്കി വരുത്തിയാ. നോണ ഉണ്ടാക്കണം മെഷീൻ. അതെന്തിനാണ് ഞാൻ പറയട്ടെ. ഇനി കൂടുതലൊന്നും വിസ്തരിക്കാൻ നിക്കണ്ട കേട്ടാ. അനുചേച്ചിനെ കാണാൻ പോയപ്പോ ഇടിയിട്ടതല്ലേ. എന്നാ പിന്നെ നിങ്ങളുടെ കളി കളിക്കട്ടെ കേട്ടാ മക്കളെ. ഈ മൊബൈലുകളിലേക്ക് നിർത്തിയിട്ടേ പുറത്ത് പോയി ഗുസ്തി കളിക്കും. എന്നിട്ട് ഇവളെടുത്തോലെ കിണറ്റിലൂട്. ബൈ ബൈ. നമുക്ക് കളിക്കാം. ചേച്ചി ജനകീ ജനകീ നീ എന്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? അതെ ഇറക്ക പാമ്പം കാണുവേ. ഓ ഒന്നുമില്ല അച്ഛാ. അങ്ങനെ പറയല്ലേ, നീ കാര്യം എന്താ വെച്ചാ പറ. അതെ, അച്ഛൻ എന്നെ സ്വന്തം മോനായിട്ടല്ലേ അച്ഛാ കാണുന്നേ? രണ്ടെണ്ണം ഉള്ളത് തന്നെ അധികപ്പറ്റാ. പിന്നെ ആ കൂട്ടത്തിൽ നിന്നെ കൂട്ടണേ കൂട്ടാ. അച്ഛ അത് മാത്രം പറയരുത്. എന്റെ അച്ഛന്റെ കാര്യം അറിയാലോ. ആ അച്ഛന്റെ സ്ഥാനത്ത് അച്ഛനെ കണ്ടുകൊണ്ട് പറയുക, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ പറ. അതെ, ഞാനൊന്ന് കല്യാണം കഴിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചിട്ടില്ലേ? ഇല്ല. അയ്യോ, ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ചിന്തിച്ച് നോക്കിയാണ്. അച്ഛന്റെ മോന്റെ കൂടെ പഠിച്ചതാണേ ഞാൻ. അച്ഛന്റെ മോന്റെ മോക്ക് ഇപ്പൊ 8 വയസ്സായി. ഞാനും അവിവാഹിതൻ, പിള്ളേര് പോലും കല്യാണം കഴിക്കാതെ ഇങ്ങനെ ജീവിക്കും. ഓ അത് ശരിയല്ലേ. അതെ, ഇപ്പൊ ഞാൻ കെട്ടിക്കാണണമെന്ന് അച്ഛന് ആഗ്രഹമില്ലേ? ഏട്ടാ, നിനക്ക് സ്വന്തമായിട്ട് വീടുണ്ടോ? ഇല്ല അച്ഛാ. തൊഴിലോ? തൊഴിലും തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോകുന്നു. എടാ, സ്ഥിര വരുമാനം വല്ലതും ഉണ്ടോ? വരുമാനം സേതുവിന് വരുമാനം ഇല്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അച്ഛാ. എടാ, ഇത്രയും പ്രശ്നത്തിന്റെ ഇടയ്ക്ക് നിനക്ക് കല്യാണം കഴിക്കണോ? അതൊരു പ്രശ്നമാണ്. എങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ അച്ഛാ. എന്താ? ഈ പറഞ്ഞ സേതുവിന് സ്ഥിര വരുമാനം ഇല്ല, സ്വന്തമായിട്ട് വീടില്ല. അപ്പൊ പിന്നെ ഇതിലൊന്നും ഇല്ലാത്ത എനിക്കും ഒന്ന് കെട്ടിക്കൂടെ അച്ഛാ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എടാ, അവന് ബുദ്ധിയില്ലേലും അവൾക്ക് ബുദ്ധിയുണ്ട്. അവൾ അധ്വാനിക്കുന്നുണ്ടല്ലോ. അതേ ബുദ്ധി അച്ഛാ ഇവിടെ ഞാനും ചെയ്യാൻ പോകുന്നേ. അത് ശരി. അപ്പൊ പണിക്ക് പോകാതെ ഭാര്യയുടെ ചെലവിൽ ജീവിക്കണമെന്ന് ഇല്ലയോ? അയ്യോ അതല്ല അച്ഛാ. ഇപ്പൊ സേതു ഒരു വക്കീലിനെ കിട്ടിയത് കൊണ്ടാണല്ലോ സേതുവിന്റെ കേസുകൾ വാദിച്ച് വക്കീലിന്റെ കയ്യിൽ പൈസ കൊണ്ട് അവർ ആ ജീവിതം ഇങ്ങനെ തള്ളി നീക്കി പോകുന്നത്. അതുപോലെ ഞാനും ഒരു വക്കീലിനെ കിട്ടുകയാണെങ്കിൽ കുറെ പൈസയൊക്കെ ഉണ്ടാവും. പിന്നെ എനിക്കും സേതുവിനെ പോലെ റാം വെഡിങ് പ്ലാനർ എന്നൊരു സംഭവമൊക്കെ തുടങ്ങി എന്റെ കേസുകൾ വാദിച്ച് അവള് പൈസ ഉണ്ടാക്കും. അപ്പൊ ഞാനും ജീവിച്ചു പോകത്തില്ലേ അച്ഛാ? കൊള്ളാടാ, നല്ല പദ്ധതിയാ. കൊള്ളാമോ അച്ഛാ? സുനിയണ്ണ, പുറകോട്ടൊന്നും നോക്കണ്ട, ഇവിടെ തന്നെ അണ്ണാ. ഞാനാ അണ്ണാ റാം. എന്നെയോ? അണ്ണനെ തന്നെ റാമാ വിളിച്ചതണ്ണ. സുഖം തന്നെയാ സുനിയണ്ണ? ഓ സുഖടാ. വല്ലതും കഴിച്ചായിരുന്നാ? ഓ കഴിച്ചായിരുന്നു. കേസൊക്കെ എങ്ങനെ പോണു സുനിയണ്ണ? നന്നായിട്ട് പോന്നടാ. അണ്ണൻ എന്താണ് എന്റെ അടുത്തൊരു ദേഷ്യം? നീ സാധാരണ എന്നെ അണ്ണാന്നൊന്നും അല്ലല്ലോ വിളിക്കാറുള്ളത്. അതൊക്കെ പണ്ട്. ഇനി മുതൽ എനിക്ക് എന്റെ സ്വന്തം അണ്ണനെ പോലെയാ. അണ്ണനോ? ഞാനോ? വേണമെങ്കിൽ മാറ്റാം, അനിയനാക്കാം, അതിനും കുഴപ്പമില്ല. വേണ്ട, തൽക്കാലം നീ ഒന്നും ആക്കണ്ട. സുനിയേ, എന്തോ? അല്ല, ഇത്രയും കാലത്തിനിടയ്ക്ക് വെച്ച നിന്നോട് അവൻ ഇത്രയും സ്നേഹം കാണിച്ചു. എവിടെ? ഇവനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുക കേട്ടോ. അവന്റെ ഒരു കള്ള ലക്ഷണം കണ്ടോ അവന്റെ മുഖത്തോട്ട് നോക്കി. ചുമ്മാ ഇരിക്കാൻ. ഇതിനകത്തിലേ സത്യം പറഞ്ഞാ എനിക്ക് എന്തോ ഒരു ഉടായ്പ മണക്കുന്നുണ്ട്. അല്ല, എന്തോ ഉടായിപ്പം കൊണ്ടാ നീ വന്നേക്കുന്നത്? അയ്യോ, ഇത് ഉടായിപ്പൊന്നുമല്ല. ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പം ഉറക്കത്തിൽ ജാനകി ദേവി വന്നു. എന്നിട്ട് എന്റെ അടുത്ത് പറയാ, രാമാ നീ ഇനി തിന്മയുടെ പാത മൊത്തവും മാറ്റിയിട്ട് നന്മയുടെ പാതയിലേക്ക് പോകുക. സത്യമായിട്ട് വെച്ചാ ജാനകി ദേവി അറിയാലോ, എന്റെ ജാനകി ദേവി. കാരണം എന്റെ പേര് രാമനാണല്ലോ. രാമനാകുമ്പോ ജാനകി ദേവി വന്ന് പറയും, നമ്മൾ കേട്ടല്ലേ പറ്റൂ. അല്ലടാ, ഈ ആരായി ജാനകി? അതറിഞ്ഞൂടെ അച്ഛാ? സീതാദേവി തന്നെയാണ് ജാനകി ദേവി, ജാനകി ദേവി തന്നെയാണ് സീതാദേവി. ഇനി എനിക്ക് ദൈവത്തിന്റെ പാത അത് മതി. രാമാനുജൻ ധന്യമാവൻ, ഈ റാമിന് ധന്യമാവൻ.
അല്ല സീതാദേവി നേരിട്ട് നിന്നോട് വന്ന് പറഞ്ഞോ? അല്ല അച്ഛാ, സ്വപ്നത്തിലാ വന്ന് പറഞ്ഞ്. ഓ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്ന് എനിക്കറിയാം. എന്റെ കൂടെ എല്ലാവരും ഉണ്ട്. എന്റെ ഒരു ജീവിതത്തിന് വേണ്ടി നിങ്ങൾ അനുഗ്രഹിക്കുന്നു. ചുമ്മാടാ, നിങ്ങൾ അനുഗ്രഹം ചുമ്മാ ഇരിക്കാം. എനിക്ക് വേണം അച്ഛാ, എനിക്ക് വേണം. ഇനി നിങ്ങൾ എന്റെ കൂടെ പഞ്ച് പിടിക്കും. പിള്ളേര് ഒരു കൈ നോക്ക് ചേച്ചിമാര്, നമ്മുടെ ചെറിയ ആഗ്രഹമല്ലേ. ശരിയത്തില്ല, നമുക്കൊന്ന് നോക്കാം. ചുമ്മാ ഇരിക്ക്, വാ. എന്തോന്നാടി പഞ്ചു പിടിച്ചോണ്ട് ജയിക്കാൻ അറിയാൻ പാടില്ല. അടുത്ത റാണി ചേച്ചിയും കൊച്ചനും കൂടി പഞ്ച് പിടിക്കാൻ. എവിടെയായിരുന്നു ഇത്ര നാൾ മാറാൻ കൊടു? അതൊക്കെ ശരിയാവും, നമുക്കൊന്ന് പിടിച്ചു നോക്കാം. പിള്ളേരുടെ ആഗ്രഹമല്ല അനി, വാന്നൊരു കൈ നോക്കാം. ശരിയാവത്തില്ല. എത്ര അണ്ണർക്ക് കാണിച്ചാലോ ശരിയാവത്തില്ല. ഇവളെ കൊണ്ട് എന്നാ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ചേച്ചിയും കൊച്ചയും പഞ്ച് പിടിച്ചു. ഏയ് അതൊന്നും ശരിയാവൂല, അതെന്റെ എനിക്ക് ഇഷ്ടപ്പെടൂല. ശരിയാവാതെ എനിക്കൊരു കുഴപ്പമില്ല, നീ എന്തെങ്കിലും കാണിക്ക്. എടി നിനക്കൊന്നുമില്ലേ? എനിക്കൊന്നുമില്ല. പിള്ളേരുടെ ആഗ്രഹമല്ലേ, നമുക്ക് ജസ്റ്റ് നോക്കാം. കണ്ടു പഠി, പിള്ളേരുടെ ആഗ്രഹം നടത്തി കൊടുക്കണം. മാറങ്ങോ ജനകീ കുത്ത് വയറ് അറിഞ്ഞ കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തിയവൻ ഗോവർദ്ധോ ചൂണ്ടയിടുകയായിരിക്കും. അല്ല, മീന് തീറ്റ കൊടുക്ക. എന്തേ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചത്. പിന്നെടാ, നീ എന്നെ സ്വന്തം ചേട്ടനായിട്ടല്ലേ കാണുന്നേ? എങ്ങനെ? എന്നെ നീ സ്വന്തം ചേട്ടനായിട്ടല്ലേ കാണുന്നേ? അതൊക്കെ അങ്ങനെ തന്നെ. എന്തേ? അതല്ല, ഞാൻ വെറുതെ ചോദിച്ചത്. പിന്നെയും ക്ലാര നിന്റെ ആരാ? ആരെന്റെ ഏട്ടത്തി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് നിന്റെ ആരായിരിക്കും? നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് നിനക്കാരായിരിക്കും? ഏട്ടത്തിയെ പോലെയൊക്കെ തന്നെ. കാര്യം പറ. എന്തേ? ആണല്ലോ, വേറെ മാറ്റമൊന്നുമില്ലല്ലോ. കാര്യം പറ. വേറെ ഒന്നുമില്ല. പിന്നെയും എടാ, അഥവാ ഞാൻ ചിലപ്പോ ഈ കല്യാണം കഴിക്കുന്ന പെണ്ണിന് ചിലപ്പോ നിന്റെ പ്രായമോ ചിലപ്പോ നിന്റെ പ്രായത്തിന് താഴെയോ ആണെങ്കിൽ എന്തേ ഉടനെ കെട്ടാൻ വല്ല പ്ലാനും ഉണ്ടോ? അതല്ലടാ, നീ ഈ ട്രൂ ലവ് എന്നൊക്കെ പറഞ്ഞപ്പോ അതിന്റെ വികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, സംഭവം മനസ്സിലായി. ഇപ്പൊ എനിക്ക് ആ ട്രൂ ലവ് എന്താണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഒന്ന് ഊതിക്കേ. ബോധത്തോടെ തന്നെ പറയണത്. ഓ ഉള്ളതാ, ഒരു കാര്യം പറഞ്ഞു. കാശ് വല്ലതും വേണം. പിന്നെ എന്റെ പൊന്നു രാമായണൻ ചേട്ടാ, നിങ്ങളെക്കാളും വലിയ ഉടായ്പാണ് ഞാൻ. എന്റെ അടുത്ത് നിങ്ങളുടെ ഉടായ്പ കൊണ്ട് വരല്ലേ? കാര്യം എന്താ വെച്ചാൽ ചുമ്മാ പറയണ്ടെങ്കിൽ പറഞ്ഞിട്ടു. ഗോവർദ്ധ, നീ ആനിയെ ഇനിയും സ്നേഹിക്കണം. സ്നേഹിച്ച് പ്രണയത്തിന്റെ കൊടുമുടി കൊണ്ട് അങ്ങ് എത്തിക്കണം. എന്നിട്ട് നീ ആനിയെ കല്യാണം കഴിക്കണം. ഇപ്പോഴാടാ എനിക്കൊരു കാര്യം മനസ്സിലായത്. സേതുവിന്റെ കല്യാണം നടത്തിയപ്പം കിട്ടിയ അടി മാത്രം പോരെ എനിക്ക്. നിന്റെ കല്യാണം നടക്കുമ്പോ അടി കിട്ടണം. അതെനിക്ക് കിട്ടണം, അതെന്റെ ആവശ്യമാണ്. സന്തോഷമുള്ളൂ. കിട്ടുന്നത് മുഴുവൻ വാങ്ങിച്ചു, എനിക്ക് ഒന്നും തരണ്ട. എന്തായാലും ഞാൻ കാണും. ട്രൂ ലവിന് ഞാൻ കാണും. ട്രൂ ലവ്. ഇവിടെ ഓഫീസിൽ 100 കൂട്ടം പണിയുണ്ട്. നീ ഇവിടെ മീൻ്റെ അണ്ണാക്കിൽ ചൂണ്ടയിട്ടോണ്ടിരിക്കണ. ചൂണ്ടയിടുന്ന ഞാനല്ലല്ലോ, ഗോവർദ്ധനല്ലേ. ഇവിടെ നീ നല്ല ഉഴപ്പാണ്ട്. ഇവിടെ ഓഫീസ് തുടങ്ങാൻ പോണേണ്. ഓഫീസ് തുടങ്ങുമ്പോ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടി പിടിക്കണം. 4 ആളെ അറിയണം ഇതിങ്ങനെ ഒരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ടെന്ന്. ഞാനൊരു സൂപ്പർ ഐഡിയ പറഞ്ഞു കേട്ടാ. നമ്മൾ എത്ര പൈസ ചെലവാക്കി നടത്തിയിട്ടും കാര്യമില്ല. നമ്മുടെ കമ്പനി ഒന്ന് പച്ച പിടിച്ച് 10 പേര് അറിയണമെങ്കിൽ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് കൂടി നടത്തിയല്ലോ. ഇന്റർകാസ്റ്റ് മാരേജ് അളിയാ, നിനക്ക് കിട്ടിയതൊന്നും പോരെ, നിനക്ക് ഇനിയും വേണോ? അതല്ലേ ഞാൻ പറഞ്ഞു. നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആകുമ്പോൾ എങ്ങനാ? എടാ, നമ്മളെ ആനിയെ കൊണ്ട് ഇവനെ കല്യാണം കഴിപ്പിച്ച എങ്ങനാ? അത് പൊളിക്കും ഏട്ടാ, അത് പൊളിക്കും. അടിപൊളി ഐഡിയ. അത് പൊളിയും, എന്റെ ഓഫീസ് പൊളിയും, ആനയുടെ ജീവിതവും പൊളിയും. പിന്നെ എവിടെ ഒന്നും പൊളിയാൻ പോണില്ല.
ഏട്ടത്തി ഏട്ടൻ കെട്ടിയിട്ട് ഏട്ടത്തിയുടെ ജീവിതം പൊളിഞ്ഞ. എന്നെ പൊളിഞ്ഞില്ലേ? എടാ നീ നിന്റെ പണി നോക്ക്. ഒരു ജോലിയും കൂടി ഇല്ലാത്തവൻ ആനിനെ കെട്ടിച്ചു കൊടുക്കാൻ പോണ്. നീ ഇങ്ങനെ ചൂടാവാതിരി സേതു. ഒന്ന് പോടാ അവിടുന്ന്. ആനിനെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ചളക്കം വന്നേക്കണ്. ആദ്യം പോയാ പണിക്ക് പോടാ. എന്റെ പണി ഞാൻ നോക്കിക്കോളാം. ചേട്ടന്റെ പണി നോക്കാൻ നോക്കും. ഈ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് ചൂണ്ടിടും. ചെമ്പല്ലി ഒന്ന് പോയാ പിടിച്ചാടുന്നു. ചൂണ്ടെടുക്കാൻ വന്നേക്കണ്. എടാ അവിടെ 100 കൂട്ടം പണിയുണ്ട്. നീ വരുന്നുണ്ടാ? എനിക്ക് ടൈമില്ല, ഒരുപാട് കാര്യം ചെയ്യാനുള്ളത്. നീ എടാ രാമാനുജ, നീ നല്ല ഉഴപ്പാണ് ട്ടാ. ഓഫീസിൽ ഒരു പണി എടുക്കണല്ലോ നീ. ഓ നമുക്ക് സമയമില്ലേ? നിനക്ക് സമയം ഞാൻ ഉണ്ടാക്കി തരാടാ. നീ വാ, നീ ഓഫീസിലോട്ട് വാ. നീ വെച്ചിട്ടുണ്ടേ അവൻ പറഞ്ഞിട്ട് പോയത് കണ്ടാടാ. ഇതാണ് നിന്റെ ചേട്ടൻ. അനിയ മകനെ, നിന്റെ കല്യാണം അവൻ നടത്തി തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ നടത്തി തരും. പക്ഷെ നിന്റെ മനസ്സ് ഉലയരുത്. ആനയെ തന്നെ നീ കെട്ടണം. വിളിയോടാ. എന്റെ മനസ്സ് ഒലയുമില്ല, എനിക്കൊരു ചാഞ്ചാട്ടവും വരില്ല. നീ മാറും. ഞാൻ എവിടെ മാറാം? എനിക്ക് എന്റെ അനിയെ തന്നെ മതി. അതിപ്പോ ആര് വന്നാലും എനിക്ക് എന്റെ അനിയെ തന്നെ മതി. അങ്ങനെയാണെങ്കിലേ വേറെ ഏതെങ്കിലും പെണ്ണിനെ കണ്ടാൽ നിനക്ക് മനസ്സ് ചഞ്ചലിക്കും. ഞാനോട് ഇതന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്. പ്രാണോക്കി പോകും. താളം തെറ്റുമോ? ഇല്ലെന്ന്. എനിക്കത് കേട്ടാൽ മാത്രം മതി. ഒന്ന് കൊത്തണ്ടെങ്കിൽ കൊത്ത്. അവൻ ആരുടെയും കൈ പിടിച്ച നിനക്ക് എന്താ? എന്തൊക്കെയായിരുന്നു? ടെൻഷൻ ആവുന്നു, കൈയടിക്കാൻ പോകുന്നു. അനി ചേച്ചി ഒളിച്ചോടിയിട്ട് 10 കൊല്ലമായിട്ടും അച്ഛനും അമ്മയും തിരിഞ്ഞു നോക്കിയിട്ടുള്ള കാര്യം നീ മറക്കരുത്. പിന്നെ അവൻ ഒരു ജോലിയും കൂലി ഇല്ലാത്തവനാണ്. ഇതെന്താ കുഞ്ഞമ്മ കണ്ണാടി നോക്കിയും സംസാരിക്കുക? കണ്ണാടി ഒന്നുമില്ല, സംസാരിച്ചില്ല. ഞാൻ കണ്ടല്ലോ ഇപ്പൊ സംസാരിക്കുന്നേ. ഞാൻ മീനോട്ടിക്ക് പോയത്. അല്ല, എന്താ ഒരു വശപ്പശക്? എന്താ പ്രശ്നം? അതെന്തേലോട്ട് കുഞ്ഞമ്മ എന്തേലോട്ട് ഒറ്റയ്ക്ക് ഇരുന്നവാ. അങ്ങോട്ട് വാ, അവിടെ എല്ലാരും ഉണ്ട്. ഞാൻ വരാം. മീനോട്ടി വെക്കോ. അല്ല, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമല്ലോ. നടക്ക്, തന്നെ വാ. അതെ അതെ അതെ. അവിടെ ചെന്നിട്ട് ഈ കളിയും ബഹളവും ഒക്കെ ആണെങ്കിൽ ഞാൻ വരത്തില്ല. ഒരു പഞ്ച് കൊടുത്തു. അതിന് കുഞ്ഞമ്മയും കൊച്ചതിലൂടെ കളിക്കുന്ന കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ല അത് കണ്ടെന്ന്. അതൊക്കെ പറഞ്ഞു. പിന്നെന്താ? അത് ഈ വലിയ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നും പഞ്ച് പിടിക്കുന്ന അത്ര നല്ലല്ല, ശരിയാവത്തില്ല. കൊച്ചനും ആ ചേച്ചി മഞ്ചു പിടിച്ച കാര്യമാണോ കുഞ്ഞമ്മ പറഞ്ഞേ? അങ്ങനെ അല്ല, അവര് മഞ്ചു പിടിച്ചതിന് കുഞ്ഞമ്മയ്ക്ക് എന്താ? അതിന് എനിക്കൊന്നും ഇല്ല. ഞാൻ പറയണമെന്ന് തോന്നി, ഞാൻ പറഞ്ഞു. പിന്നെ അവൻ അത്ര ശരിയല്ല മീനു. അതിനുള്ള ബുദ്ധിയൊക്കെ ആ ചേച്ചിക്കുണ്ട്. അല്ല, എന്താ ഒരു ചാഞ്ചാട്ടം? മക്കളെ, ഈ ഫോണൊക്കെ വരുന്നതിന് മുമ്പേ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് വൈകുന്നേരം ആകുമ്പം നിങ്ങളെ പോലെ ഇതുപോലെ ഞങ്ങൾ കൂട്ടം കൂടിയിരിക്കും. എന്നിട്ട് ഭയങ്കര പാട്ടും ഭയങ്കര കഥ പറച്ചിലും ഒക്കെയാ. എന്നൊരു കാര്യം ചെയ്യാം, അപ്പൂപ്പന്റെ ഒരു കഥ പറയാം. പണ്ടെന്റെ മുത്തച്ഛൻ എന്നോട് പറഞ്ഞു തന്നൊരു കഥയാ. അച്ഛൻ അത്രയും പഴയ കഥയൊക്കെ വേണോ? ഇടയിടയൊക്കെ ഇത് അന്നത്തെ പുതിയ കഥയാന്ന്. നീ ഒന്ന് മിണ്ടായിക്ക്. മക്കളെ ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. അതിക്രൂരമായ ഒരു കൊടുങ്കാട്. അവിടെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു. കുട്ടൂസനും ഡാഗിനി. ഇതല്ലേ കഥ? നീ സമ്മതിക്കത്തില്ല. എന്നാൽ അവിടെ അപ്പൂപ്പനും അമ്മൂമ്മയല്ല ഉള്ളത്. പിന്നെ ആരാ ഉള്ളത്? 2 കുട്ടികളാണുള്ളത്. ആര്? 2 കുട്ടികൾ. അതാരാന്ന് ഞാൻ പറയാം. രാജുവും രാധയും അല്ലേ? ഇതൊക്കെ ഇപ്പൊ ടിവിയിലുണ്ടച്ചാ. പിള്ളേർ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ വേറെ ഏതെങ്കിലും കഥ പറ. എടാ, ഇത് പുതിയ കഥയല്ലയോ പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്നത്? മുത്തച്ഛൻ പറഞ്ഞ കഥ പുതിയ കഥ. അത് പറയട്ടെ, പറഞ്ഞോണ്ടിരിക്കല്ലയോ. കേട്ടോ മക്കളെ, വേറൊരു ക്രൂരമായ കൊടുങ്കാട്. അവിടെ കുന്തത്തി പോകുന്ന ചുവന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ലുട്ടാപ്പി അതല്ലേ? നിനക്ക് എല്ലാ കഥകളും അറിയാലോടാ. നീ എന്തോ അപ്പൂപ്പന്റെ പുനർജന്മോ? ഇതൊന്നും പറയാൻ അപ്പൂപ്പൻ പുനർജനിച്ചു വരണ്ട. ഇതൊക്കെ ഇപ്പോഴത്തെ കഥാപുസ്തകത്തിലുണ്ട്. പിള്ളേർക്ക് ഇതൊക്കെ അറിയാച്ച. ഈ ഔട്ട്ഡേറ്റഡ് കഥയെ കൊണ്ട് വന്നൊക്കെയാണ്. ഇവൻ കഥ പറയാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഞങ്ങൾക്ക് നല്ല ഹൊററൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി കഥ വേണം. മക്കളെ, ഇതിനകത്ത് ഹൊററുണ്ട്. ഇതിനകത്ത് ഹൊറർ ഉണ്ടാവില്ല, കുറവുണ്ട്. കുറവ്. അച്ഛൻ ഈ കഥ പറയാനാണ് ഇപ്പൊ എല്ലാരും വിളിച്ച് വട്ടം വിളിച്ചിരിക്കണം. ഞാൻ പറയുന്നില്ല, ഞാൻ എഴുന്നേറ്റ് പോകുമ്പോ പോലെ പറയത്തില്ലെന്ന് വെച്ചാൽ എന്താണ് ഗണേശ? അവിടെ ഇരി. നിങ്ങക്ക് ഹൊറർ കഥയല്ലേ വേണ്ടത്? ഞാൻ പറയാം. പക്ഷെ ഇതൊരു കഥയല്ല, ഇത് ശരിക്കും നടന്ന ഒരു സംഭവ. ഒരു നാട്ടില് 5 കൂട്ടുകാരുണ്ടായിരുന്നു. അവരുടെ നാട്ടിലൊരു പൂട്ടിക്കിടക്കുന്ന തറവാടുണ്ടായിരുന്നു. പൊടിയും മാറാലിയൊക്കെ പിടിച്ചു കിടക്കുന്ന ഒരു തറവാട്. എന്താ കാരണം എന്നറിയോ?
അവിടെ പണ്ട് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. ഈ 5 കൂട്ടുകാരും രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ആ തറവാട് കാണാൻ ഏകദേശം നമ്മുടെ വീട് പോലെയൊക്കെ തന്നെ. ഉമ്മറം, ഹോള്, അത് കഴിഞ്ഞ് മുറികള്. ഇവർ ഉമ്മറം കടന്നു, ഹോള് കടന്നു. അവിടെ ഒരു മുറിയുണ്ട്. ആ മുറിയിലേക്ക് ആരും പോകാൻ ധൈര്യപ്പെടാറില്ല. ആ മുറിയിൽ വെച്ചാണ് ആ കൊലപാതകം നടന്നത്. ഇവരിതൊന്നും അറിയാതെ ആ മുറിയിലേക്ക് കടന്നു. അവിടെ അവരെന്താ കണ്ടേന്ന് കഥ പറഞ്ഞോണ്ടിരിക്കല്ലേ, നീ പറ. ആ മുറിയില് അവരെന്താ കണ്ടേന്നറിയോ? ഒരു TV. ആ TV ഓണായിരുന്നു. വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കാൻ തറവാട്ടില് എവിടെന്നാ കറണ്ട്? ആ TVന്ന് ഒരു ശബ്ദം വരുന്നുണ്ടായിരുന്നു. ഇതെന്താന്നറിയാൻ വേണ്ടി ആ 5 കൂട്ടുകാരിൽ ഒരാള് ആ TVയുടെ അടുത്തേക്ക് നടന്നു. അപ്പോ ആ TVക്കകത്തു നിന്ന് ഒരു ശബ്ദം, പേടിക്കല്ലേ, കഥ പറയല്ലേ, എനിക്ക് പേടിയുണ്ടോ? ഈ 5 പേരും ഇത് കേട്ട് പേടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി തിരിയുമ്പോ ഇവര് വന്ന വാതിൽ കാണുന്നില്ല. 5 പേർക്കും എന്ത് ചെയ്യണോന്ന് അറിയില്ല. ഇവർ 5 പേരും 5ആയിട്ട് പിരിഞ്ഞ് 5 ഭാഗത്തോട്ട് ഓടി. അതിലൊരാള് ഈ ഗോവർദ്ധനെ പോലെ ഉണ്ടായിരുന്നു. ഗോവർദ്ധൻ ഓടി ഓടി പെട്ടെന്ന് നോക്കുമ്പോ മുന്നിൽ വേറൊരു ഗോവർദ്ധൻ. പേടിച്ച് ഗോവർദ്ധൻ തിരിഞ്ഞു നോക്കി. പുറകിലൊരു കണ്ണാടി. ആ കണ്ണാടി നോക്കുമ്പോ ഗോവർദ്ധനെ കാണാൻ പറ്റുന്നില്ല. കാരണം ഗോവർദ്ധൻ മരണപ്പെട്ടു. അങ്ങനെ 5 കൂട്ടുകാരും ആ തറവാടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ വളരെ മൃഗീയമായി അവിടെ കിടന്ന് മരണപ്പെടുകയാണ്. വേറൊരു സ്ഥലത്ത് നമ്മുടെ ആനിയില്ലേ, ആനിയെ പോലെ പെൺകുട്ടി അവളുടെ കൂട്ടുകാരോട്ട് ഇതേ തറവാട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഞാനുണ്ട്, ചത്താലും വേണ്ടില്ല. എടാ നീ ഓൾറെഡി ചത്തടാ, പിന്നെ എനിക്ക് ഇത്തരത്തിലൊന്നും വിശ്വാസമില്ല. അവരാ വീട്ടിലേക്ക് പോവാ. അവരാ വീടിന്റെ അകത്തേക്ക് കയറുന്നതും പെട്ടെന്ന് എല്ലാ വാതിലും അടയുന്നു. ആ വീട് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പോ ആ വീട് ഒരു 10-70 വയസ്സുള്ള ഒരു വൃദ്ധൻ ലീസിനെടുത്തിരിക്കുക. ആ വൃദ്ധന് 2 ആൺമക്കളുണ്ട്. മൂത്ത മരുമോള് ഒരു വക്കീലാണ്. ബ്രോക്കർ ഇതൊന്നും പറഞ്ഞില്ലല്ലോ മക്കളെ. ബ്രോക്കർ അവളുടെ ആളാ. അവരാ വീട്ടിലേക്ക് വന്നു കയറി അവരുടെ മുന്നിൽ വാതിൽ കൊട്ടിയാണ്. നീ വക്കീലല്ലേ? വക്കീൽ പണിക്ക് വന്നാ വക്കീൽ പണി ചമ്പളം മാറ്റി വീട്ടിൽ പോയിക്കൊള്ളണം. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് നീ ഇന്ന് ഇവിടെ കിടക്കണത്? അല്ലെങ്കിൽ വീട്ടിൽ പോടി. നിനക്കൊന്നും വീട്ടിലാരുമില്ലേ? നീ കിടക്കുന്നില്ലയോ? ഓരോ കഥയും കൊണ്ട് മനുഷ്യനെ പേടിപ്പിക്കാറുണ്ട്. ഇവളൊക്കെ എവിടെ നിന്നാണോ എന്റെ അടുത്ത്? ഗോവർദ്ധൻ